ഗീതു, നീ വീണ്ടും തുടങ്ങിയോ? ഞാൻ നേരത്തെ നിന്നോട് എന്താ പറഞ്ഞത്? ദേവുട്ടാ, ഇതൊക്കെ നിനക്കുള്ളതാട്ടോ. എല്ലാം നീ വീട്ടിലോട്ട് കൊണ്ടുവെക്കോ. അമ്മ പറയുന്ന കേൾക്കണ്ട കേട്ടോ. എന്താടേ ഇത്? നീ പറയാതെ അവനൊന്നും ഇനി വാങ്ങില്ല. പറയടി. ദേവട്ടാ, അമ്മ ചുമ്മാ പറഞ്ഞതാ. മോന് ആ ഗിഫ്റ്റ് ഒക്കെ എടുത്തോ? എടുത്തോടാ പോന്നാ. എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങുവാ. ഓക്കെ, എന്നാ നമുക്ക് നാളെ കാണാം. ദേവട്ടാ, നമുക്ക് നാളെ പുറത്തു പോവണ്ടേ? അത് പിന്നെ നാളെ ദേവുട്ടനെ കൊണ്ട് പാർക്കിൽ പോണം, ബീച്ചിൽ പോണം, ഐസ്ക്രീം തിന്നണം, വേണ്ടേ? ആഹാ, കൊള്ളാലോ. നമുക്ക് നാളെ അടിച്ചു പൊളിക്കാം കേട്ടോ. എന്നാ ദേവുട്ടൻ പൊക്കോ. ബൈ. ബൈ. ചൂടാ, സോ ക്യൂട്ട്. ഇപ്പൊ ഗീതുവിന് റിലേറ്റീവ്സ് ആരുമില്ലേ? ഇല്ലെന്നാ അവള് പറഞ്ഞേ. അച്ഛനും അമ്മയും ചേട്ടനും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശിയാ. അവര് ഈ അടുത്ത് മരിച്ചു. അതിനുശേഷം അവൾ ഇങ്ങോട്ട് പോന്നെ. ഓ, അല്ല, ദേവുട്ടന്റെ അച്ഛനെ പറ്റി അവള് പിന്നീട് എന്തെങ്കിലും പറഞ്ഞോ? എവിടെ? ഞാനോട്ട് ചോദിക്കാനും പോയില്ല. അവള് കംഫർട്ടബിൾ ആവുമ്പോ പറയട്ടെന്ന് കരുതി. ഇപ്പോ അവക്കൊരൊറ്റ ലോകമുള്ളൂ, അതവളുടെ ദേവൂട്ടനാ. പാവം, അവനക്ക് വേണ്ടിയാ അവൾ ജീവിക്കുന്ന പോലും. എന്തോ ഒരു പാസ്റ്റ് അവക്കുണ്ട്. അതറിയാൻ പറ്റിയ അവള് പറഞ്ഞോളും അല്ലേ? സമയാവുമ്പോ അവള് തന്നെ പറഞ്ഞോളും. ആ പിന്നെ ഏട്ടാ, നാളെ ഞങ്ങള് പുറത്തു പോവാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഏട്ടനും വരുന്നോ? വരണമെന്നൊക്കെ ഉണ്ട്, ബട്ട് വേണ്ട. ഗീതക്ക് അത് കംഫർട്ടബിൾ ആവില്ല. പിന്നെന്തിനാ വെറുതെ? പിന്നീട് എപ്പോഴേലും നോക്കാം. അവള് മയക്കത്തിൽ തന്നെയല്ലേ? ഗുഡ്. ഏതെങ്കിലും മാളിന്റെ മുന്നിൽ മറ്റോ നിർത്തിയിട്ട് നീ പൊക്കോണം. പിന്നെ അവള് ചാവരുത്, മനസ്സിലായോ? ദേവുടെ ഓടല്ലേ? എനിക്ക് വലിയ പോലും വേണം അമ്മ. മോനെ പോലെ മോനെ ദേവുടാ, അവിടെ നിൽക്ക്.